എല്ലാവർക്കും ബിനിദാസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ ഉപയോഗിച്ചുള്ള ഒരു ടേസ്റ്റിയായ ഗ്രേവി മസാലയാണ്. പനീർ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നേരെ അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോകാം. ഇതിനായി 200 ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത്. 4 മീഡിയം സൈസ് സവാള ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞതും, ഒരു ക്യാപ്സിക്കം മുളക് അരിഞ്ഞതും, കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. പനീർ ഗ്രേവി മസാല തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. അതിനായി ഒരു പാൻ വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ആയതിനു ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒരു 2 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ചോപ്പ് ചെയ്ത സവാള ചേർക്കാം. സവാള നല്ലതുപോലെ വാടി വന്നാലേ ഗ്രേവിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അതിനായി ഞാൻ പെട്ടെന്ന് സവാള വാടി കിട്ടാൻ വേണ്ടി 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. സവാള ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളകും തക്കാളിയും ക്യാപ്സിക്കം മുളകും വേപ്പിലയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. തക്കാളി വെന്ത് വരുന്നതിനായി 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. തക്കാളി നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം ഗ്രേവിക്കായി 1 കപ്പ് ചൂടുവെള്ളം ചേർക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഗ്രേവി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് പനീർ ചേർത്ത് ഇളക്കി കൊടുക്കാം. പനീറിലേക്ക് മസാലയെല്ലാം പിടിക്കുന്നതിന് വേണ്ടി 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അവസാനമായി മല്ലിയിലയും ചേർത്ത് കൊടുത്താൽ നമ്മുടെ പനീർ മസാല ഗ്രേവി തയ്യാറായി കഴിഞ്ഞു. ടേസ്റ്റിയായ പനീർ മസാല ഗ്രേവി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
അടുത്ത വീഡിയോയിലൂടെ പുതിയ റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.